ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. മെന്റൽ സ്ട്രെസ്സും ആത്മഹത്യയും. ഈ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പലപ്പോഴും ആത്മഹത്യയിലേക്ക് വഴിതെളിക്കുന്നുവെന്ന് നമുക്കറിയാം. ചിലവർക്കൊന്നും കവർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, പ്രതിബന്ധങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യാൻ വരാതെ വരുമ്പോൾ അവർ ഉടനെ ചെയ്യുന്നതാണ്, കടുത്ത മാനസിക സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് ആത്മഹത്യ. ഈ മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ട് ഓരോ വ്യക്തിയും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന മറ്റൊരു സാമൂഹ്യ വിപത്താണ് ആത്മഹത്യാ നിരക്കിന്റെ വർധനവ്. മാനസിക സമ്മർദ്ദങ്ങളുടെ നാട് എന്ന പേര് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടാൻ അധികകാലം കാത്തിരിക്കേണ്ട. ഗവൺമെന്റും വ്യക്തികളും സമൂഹവും ഇത് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു. കാരണം എത്രയും മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും അതിൽ നിന്ന് ആത്മഹത്യയിലേക്ക് ദരിദ്ര ആളുകൾ വഴുതി വീഴുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഒരു തരത്തിലും ആളുകൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ്. പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് വന്നിരുന്നു കഴിഞ്ഞ് പറഞ്ഞ ജീവിതം ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. നമ്മൾ പല മാർഗങ്ങളും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിന് അടിമകളാണ്. കേരളത്തിന്റെ ആത്മഹത്യാ മരണനിരക്ക് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും കൂടുതലും സ്ത്രീകളാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച കൂടുതലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും മരണനിരക്ക് സംഭവിക്കുന്നത് പുരുഷന്മാരിൽ തന്നെയാണ്. ഇതിന് കാരണമായിട്ട് പറയുന്നത്, ആത്മഹത്യക്ക് സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന മാർഗം ലളിതവും പുരുഷന്മാർ തിരഞ്ഞെടുക്കുന്ന മാർഗം കഠിനമായതുമാണ് ഇങ്ങനെ സംഭവം. കാരണം സ്ത്രീകൾ ആത്മഹത്യക്ക് ശ്രമിക്കും, പക്ഷെ മാർഗം ലളിതമായതുകൊണ്ട് ചിലപ്പോൾ മരിച്ചില്ലെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാം. പക്ഷെ പുരുഷന്മാർ അത് മാർഗം വളരെ കഠിനമായ മാർഗം തന്നെയാണ് സ്വീകരിക്കുന്നത്. മരിച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയമാണ് പുരുഷന്മാർക്ക്. എങ്കിലും സ്ത്രീകള് ചിലപ്പോൾ വേണോ വേണ്ടോ എന്ന് പ്രതീക്ഷിച്ചു, കാരണം അവർക്ക് കുട്ടികള്, കുടുംബമൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ പിന്മാറാൻ അവർ തയ്യാറാകുന്നു. അവരതിനായിട്ട് ലളിതമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് പിന്തിരിയാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളുടെ ഈ മരണനിരക്ക് കൂടുന്നതിന് കാരണം നമ്മളുടെ മാനസിക സമ്മർദ്ദമാണ്. നിങ്ങൾ പരസ്പരം മാനസിക സമ്മർദ്ദമുള്ളവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനും അവരെ ജീവിത പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്നതിന് പകരം, അതിൽ ഇപ്പോൾ ഒരുത്തൻ കടം വന്ന് കയറി വല്ലാത്ത അവസ്ഥയിൽ മാനസിക സമ്മർദ്ദം കൊണ്ട് പരാതി പിടിച്ച് മരിക്കാൻ നടക്കുകയാണെങ്കിൽ അടുത്തൊരാൾ വന്നിട്ട് എൻ്റെ പൈസ താടാ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും പ്രശ്നത്തിലേക്കാക്കും. ഒരാൾ വല്ലാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടായി ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ തൻ്റെ ആ ഒരു കുടുംബത്തിലുള്ള സ്വസ്ഥത കേടിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം കൊണ്ട് നടക്കുമ്പോൾ ഉടനെ അതിലേക്ക് ഒരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ വീണ്ടും ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൻ ആത്മഹത്യയിലേക്ക് തള്ളിയിടും. അതിന് പകരം നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുക, അവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കുക. അപ്പോൾ ആ ഒരു തരത്തിൽ അവരെ പ്രൊമോട്ട് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയാകുമ്പോൾ ആത്മഹത്യാ നിരക്ക് കുറയുകയും നമ്മുടെ കേരളത്തിലെ മരണനിരക്ക് തന്നെ കുറയുന്നൊരു സാഹചര്യം വരും. അതിനെ ശ്രദ്ധിക്കാതെ എല്ലാവരും ജീവിതത്തിൽ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ തീരുന്നതല്ല ഈ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത്. കമ്പ്യൂട്ടറും സെൽഫോണും മറ്റു തരത്തിലുള്ള പല ബന്ധങ്ങളും കൊണ്ട് ഇന്ന് ജീവിതം പലർക്കും വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കണമെങ്കിൽ മാനസിക സമ്മർദ്ദം തീരെ പാടെ ഇല്ലാതാക്കുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ മടങ്ങിയെത്തുക.